പറ്റാത്ത സുരേഷിന്റെ ആ ടേക്ക് കൂടി, ആ ഒരു എഫോർട്ട് കൂടി രേണു ഏറ്റെടുക്കണ്ട. സുരേഷ് കുമാറിനോട് ചോദിക്കേണ്ടത് ചോദിച്ചു. 20 മിനിറ്റോളം 15 മിനിറ്റോളം എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷമാണ് താങ്കളോട് ചോദിക്കുന്നത്. രേണു ഈ ചർച്ചയിൽ ഏതായാലും CPM-ന് ഒരു പ്രതിനിധി ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹം CPM-ന്റെ വാദം പറയട്ടെ. ഞാൻ രേണുവിന്റെ വാദത്തിന് ഉത്തരം പറയാം. ഒന്നങ്ങ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വരെ ചോദിച്ചോളൂ. അല്ലെന്നേ, തെരഞ്ഞെടുപ്പ് വരെ ഒന്നുമല്ല ചോദിക്കാൻ പോകുന്നത്. ഈ കേസിൽ ഇവർ ഈ പറയുന്ന കൊള്ളക്കാരെ പൂർണ്ണാർത്ഥത്തിൽ കൈയൊഴിഞ്ഞ് എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് ഇവന്മാരെ പുറത്താക്കുന്നോടം വരെ ചോദിക്കും. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിലും ചോദിക്കും. അങ്ങയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് തന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് അന്നോട്ട് ന്യായീകരിക്കുന്നത്? ആര് ന്യായീകരിച്ചു? അറസ്റ്റ് ചെയ്ത് അന്നോട്ട് കോൺഗ്രസ് അങ്ങനെ ടേക്കെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റിലായ സമയത്തും വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് തന്ത്രിയുടെ വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രേണു ഞാനൊരു കാര്യം രേണുവിനോട് ചോദിക്കട്ടെ. അതായത് പാമ്പ് ചത്താൽ വാർത്ത എവിടം വരെ? പരുന്തു ചാകുന്നോടം വരെയാണ്. അതുകൊണ്ട് മന്ത്രിയെ ചോദ്യം ചെയ്ത വാർത്ത മുക്കിക്കളയാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നൊരു മാനം ആ കേസിന് അന്ന് തൊട്ടേ ഉണ്ട്. അത് ശരിയാണെന്ന് കോടതി കണ്ടല്ലോ. അത് തന്ത്രിയിൽ അന്വേഷണം തീർന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു വാദം നിലനിൽക്കുകയുള്ളൂ. തന്ത്രിയിൽ അന്വേഷണം തീർന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു വാദം നിലനിൽക്കൂ. അന്വേഷണം തീർന്നോ? അല്ലല്ലോ. കാരണം എന്താ, ഈ 94 പേജുള്ള വിധിവാചകത്തിന്റെ ആദ്യം തന്ത്രിയുടെ മേൽ ഇൻടേക്ക് ചെയ്തിരിക്കുന്ന ചാർജസിന്റെ പേര് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്. അത് എല്ലാം ബെഞ്ച് ഓഫ് IPC സെക്ഷനുകളാണ്. ഒന്ന്, വ്യാജരേഖ ചമച്ചു. വ്യാജരേഖ എന്ന് വെച്ചാൽ വ്യാജ വിഗ്രഹം എന്ന് നമുക്ക് ഈ കേസ് എടുക്കാം. 2, ഗൂഢാലോചന നടത്തി 120B തുടക്കി 463 467 തൊട്ട് ഒരു ബെഞ്ച് ഓഫ് IPC സെക്ഷനുകൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. ആയതുമായി ബന്ധപ്പെട്ടാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ 94 പേജുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. അതിൽ 49 പോയിന്റുകളിലായി ഈ ഓരോ സെക്ഷനുകളും എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തരത്തിൽ തന്ത്രി നാളെ പോയി FIR കോഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഉണ്ടാകാതിരിക്കാൻ താങ്കൾ ഒരു അഭിഭാഷകനാണ്. അല്പം മുൻപ് നമ്മളോടൊപ്പം സുപ്രീം കോടതി അഭിഭാഷകൻ ജോയിൻ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ഒരു അഭിഭാഷകനായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ പരാമർശങ്ങളോ കണ്ടെത്തലുകളോ ആ കേസ് അന്വേഷണത്തെ ബാധിക്കില്ല എന്നുള്ള പ്രാഥമികമായ ബോധം താങ്കൾക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം തീർന്നു, തന്ത്രി കുറ്റവിമുക്തനായി എന്ന തരത്തിൽ താങ്കൾ ഈ ചർച്ചയെ തെറ്റിദ്ധരിപ്പിക്കരുത്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. MG രേണു, അങ്ങൊരു കാര്യം മനസ്സിലാക്കൂ. അങ്ങനെ ഒരു ബോധം നിയമരംഗത്തെ ഇല്ല. അല്ല, അത് അഭിഭാഷകനായ സുരേഷ് പറയുന്നത് അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞ് അങ്ങെടുത്ത് അവതരിപ്പിക്കരുത്. അങ്ങ് സ്വയം ഇളിഫിയാത്തുള്ളൂ. ഈ